ഇവിടെ നമ്മളൊക്കെ ജീവിതത്തിനൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും ഒന്നുകിൽ നമ്മളിത് ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ട് നടന്ന് അല്ലേ, ഒരു പരിഹാരവും ഇല്ലാതെ അവസാനം നമ്മൾ സ്വയം അതിൻ്റെ അടിയിൽപ്പെട്ട് രക്ഷയില്ലാതെ പെട്ടുപോകും. മറ്റു ചിലരാകട്ടെ ആരോടെങ്കിലും ഇത് ചർച്ച ചെയ്യും. അപ്പോൾ ചർച്ച ചെയ്യുന്ന രണ്ട് തരക്കാരോടാണ്. ഒന്ന്, ശരിയായ പ്രാപ്തിയുള്ളവരോട് നമുക്ക് ചർച്ച ചെയ്യാം, പ്രാപ്തിയില്ലാത്തവരോടും ചർച്ച ചെയ്യാം. പ്രാപ്തിയുള്ളവരോട് ചർച്ച ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി ആര് നൽകും? പ്രാപ്തിയുള്ളവർ നൽകും. പ്രാപ്തിയില്ലാത്തവരോടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിലോ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒന്നുകൂടി ഊരാക്കുടുക്കാക്കി, മനസ്സിലായില്ലേ, നമ്മളെ അതിനകത്ത് പെടുത്തുന്ന രീതിയിലുള്ള ഉപദേശം തരും. അപ്പം നമുക്ക് ഈ മൂന്ന് വഴികളും നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ആദ്യത്തെ വഴി ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. എന്താണ്? നമ്മളെ കൊണ്ട് സ്വയം പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ പറ്റാത്ത കാര്യത്തെ മനസ്സിലിട്ട് ഉള്ളിലിട്ട് വീർപ്പ് മുട്ടി, മനസ്സിലാവുന്നുണ്ടോ? ഈ വീർപ്പുമുട്ടൽ കൂടുന്നതിനനുസരിച്ച് നമുക്കതിന് പരിഹാരം കാണാനുള്ള അവസ്ഥ എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് പലരും ആത്മഹത്യയിലേക്കും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരായും വിഷാദ രോഗികളൊക്കെ ആയിട്ട് മാറ്റപ്പെടുന്നവരായി മാറുന്നത്. ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യത്തിന് വരെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ? കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ഏതെങ്കിലും ജീവിതം ഉണ്ടോ? ഒരിക്കലും ഇല്ല. എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളെ കടക്കാനുള്ള വഴി തേടി കൃത്യമാക്കാത്തതാണ് ദുഃഖം വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ അതാണ് ഒരു തരക്കാർ ചെയ്യുന്നത്. അതൊരിക്കലും പാടില്ല. ഇനി നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിൽ നമുക്ക് വിശ്വസ്തതയുള്ള, അതിനനുസരിച്ച് യോഗ്യതയുള്ള, പ്രാപ്തിയുള്ള ആൾക്കാരോട് എന്ത് ചെയ്യാം? നമുക്ക് അഡ്വൈസ് ചോദിക്കാം. ഇങ്ങനൊരു വിഷയത്തിലാണ് ഞാൻ അകപ്പെട്ടിരിക്കുന്നത്, അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ഈ അഡ്വൈസ് ചോദിക്കുമ്പോൾ ഇതിന് പ്രാപ്തി ഇല്ലാത്തവരോട് പോയി ചോദിച്ചാൽ ആദ്യത്തേനേക്കാളും വലിയ ദുഃഖം വരും. അവർ വീണ്ടും പറഞ്ഞ് നമ്മളെ കുരുക്കിലേക്ക് പെടുത്തും. പ്രാപ്തിയുള്ളവരോടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അവർ ഏത് വലിയ പ്രതിസന്ധിക്കും ഒരു പരിഹാരം നിർദ്ദേശിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളും ജീവിതത്തിൽ ഇവിടെ പരീക്ഷത്ത് എന്താ ചെയ്തത്? 7-ാം ദിനത്തിൽ തക്ഷകന്റെ കടിയേറ്റ് മരിക്കും എന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടി, ഇല്ലേ? ശാപം ഉണ്ടായി. അദ്ദേഹം ജ്ഞാനികളായ ഋഷീശ്വരന്മാരോടാണ് കാര്യം പറഞ്ഞത്. മനസ്സിലായില്ലേ? അറിവ് കൊണ്ടാണ് ഏത് പ്രതിസന്ധിയും പരിഹരിക്കാൻ സാധിക്കുന്നത്. കയ്യൂക്ക് കൊണ്ട് എല്ലാ പ്രതിസന്ധിയും കടക്കാൻ സാധിക്കുമോ? ബാഹ്യമായ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കയ്യൂക്ക് കൊണ്ട് സാധിക്കുന്നത്. അതിനെല്ലാം അപ്പുറം സാധിക്കുന്നതുകൊണ്ടാണ് അറിവ് കൊണ്ട് മാത്രമാണ്. അപ്പൊ വിവേകബോധത്തോടു കൂടിയ ഋഷീശ്വരന്മാരോട് ചോദിച്ചു. അവർ കൃത്യമായ ഉത്തരം കൊടുത്തു. എന്താണ്? മനസ്സിനെ ദുഃഖങ്ങളിൽ നിന്നും വിഷാദത്തിൽ നിന്നും അകറ്റുവാൻ മനസ്സിനെ ആരിൽ ഉറപ്പിക്കുക? ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുക. അപ്പൊ ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്താൻ എന്ത് വേണം? അന്ത്യകാലേ നാരായണ സ്മൃതി. ഏത് നിമിഷവും അന്ത്യമാണ് നമുക്കൊക്കെ, അല്ലേ? അപ്പൊ ഏത് നിമിഷവും അന്ത്യമാണെങ്കിൽ എല്ലാ നിമിഷവും മനസ്സിനെ പരമാവധി ഏതിൽ ഉറപ്പിക്കണം? ഭഗവാനിൽ ഉറപ്പിക്കണം. അപ്പൊ ചോദിക്കും, ഭഗവാനിൽ എല്ലാ സമയത്തും ഉറപ്പിക്കാൻ എല്ലാ സമയത്തും പൂജാമുറിയിൽ പോയിരുന്ന് പൂജ ചെയ്യാൻ പറ്റുമോ? എല്ലാ സമയത്തും മാല കെട്ടി അമ്പലത്തിൽ പോകാൻ പറ്റുമോ? എല്ലാ ദിവസവും വന്നിരുന്ന് ഭാഗവത പാരായണം കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം മനസ്സിൽ ഭഗവാൻ എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? രാവിലെയും വൈകിട്ടും ഭഗവാനെ, അല്ലേ, നാമം ജപിക്കുക, വിളക്കെത്തിയാണോ? അല്ല. എല്ലാ ചെയ്യുന്ന കർമ്മങ്ങളും ഭഗവാന്റെ പാദപൂജയായി കണ്ട് ചെയ്താൽ മതി. വീട്ടിൽ ചോറ് വെക്കുന്നത് വരെ ഭഗവാന്റെ പൂജയായി ചെയ്യാം. മനസ്സിലായില്ലേ? ഭഗവാനെ, ഈ അന്നം എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങൾക്കും നല്ല സദ്ബുദ്ധിയും ബോധവും കൊടുക്കുന്നതാവണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അരി അടുപ്പത്തിടുന്നതെങ്കിൽ അത് ഭഗവാന്റെ പൂജയാണ്. മുറ്റമടിക്കുന്നത് ഭഗവാന്റെ പൂജയായി ചെയ്യാം. എന്താ കാരണം? സാക്ഷാൽ സൂര്യഭഗവാൻ പ്രഭാതത്തിൽ വന്നു ചേരുമ്പോൾ ആ ഭഗവാനെ വരവേൽക്കാൻ ഞാൻ മുറ്റം ശുദ്ധമാക്കുന്നു. അല്ല കരിയില പോകാനല്ല മുറ്റം അടിക്കുന്നത്. അതുകൊണ്ട് പണ്ട് പറയും മുറ്റം അടിക്കേണ്ടത് എപ്പോഴാ? പുലർച്ചെയല്ല മുറ്റം അടിക്കുന്നത്, പുലരും മുമ്പേ അടിക്കണം. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. സൂര്യൻ വന്നു നിന്ന് കഴിയുമ്പോൾ സൂര്യന്റെ കാലിനിട്ട് അടിക്കുന്നവരാ നമ്മൾ. മനസ്സിലായില്ലേ? ഇപ്പൊ 8-9 മണിക്കൊക്കെയാണ് പലരും മുറ്റം അടിക്കുന്നത്. ഇങ്ങനെ പലതും. ഇനി പ്രഭാതത്തിലെ മുഴുവൻ ഭക്ഷണപാകങ്ങളും പാചകം ചെയ്യുമ്പോൾ അതിരാവിലെ അഗ്നി അടുപ്പിക്കൊളുത്തുമ്പോൾ പണ്ടതിന് പറയും ലഘു ഗണപതി ഹോമം എന്ന് പറയും. നേരിട്ട് അടുപ്പി തീ കത്തിക്കത്തില്ലായിരുന്നു. പണ്ടൊരു തൊണ്ടിലോ ചിരട്ടയിലോ ഒരു കർപ്പൂരമോ ഒരു തിരിയെ വെച്ച് കത്തിച്ചിട്ട്
പ്രാർത്ഥിച്ചുകൊണ്ട് വിഘ്നേശ്വരനെ സ്തുതിച്ചുകൊണ്ട് അടുപ്പിലേക്ക് വെക്കും. അപ്പോൾ അതൊരു ഈശ്വര പൂജയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ പലതും. ഇനി നമ്മൾ ബാത്റൂമിൽ പോകുന്നത് പോലും ഒരർത്ഥത്തിൽ ഈശ്വര പൂജയാണ്. എങ്ങനെയാ? ഈ ശരീരത്തിൽ ഈശ്വരൻ കുടികൊള്ളുന്നതാണ്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്നുള്ള മാലിന്യത്തെ നീക്കം ചെയ്യുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ നിർമ്മാല്യം എന്നൊരു സങ്കല്പമില്ലേ? എന്താ നിർമ്മാല്യം? ഒരു വ്യക്തിഭാവത്തിൽ ദേവനെ സങ്കല്പിക്കുന്നത് കൊണ്ട് ആ ദേവന് വ്യക്തിഭാവത്തിലുള്ള, മനസ്സിലായില്ലേ, എല്ലാവിധ പ്രക്രിയകളും അതിലുണ്ടാകുമെന്നും കൂടി നമ്മൾ അറിയണം. അപ്പം നമ്മൾ അന്നം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? അതിൻ്റെ വിസർജനവും വേസ്റ്റും എന്ന സങ്കല്പമുണ്ട്. അങ്ങനെയുള്ള മാലിന്യങ്ങളെ അകറ്റാനാണ് നിർമ്മാല്യം. രാവിലെ അതിനെ അഭിഷേകം ചെയ്ത് മാലിന്യം. ഇതിൻ്റെ മറ്റൊരു മാലിന്യമാണ് നമ്മൾ കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭഗവാൻ കുടികൊള്ളുന്ന ശരീരത്തെ ക്ഷേത്രം ശുദ്ധമാക്കുന്നത് പോലെ ശരീരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം തന്നെയാണ് അതിനെ ശുദ്ധമാക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും, ഇപ്പം മക്കളെ വളർത്തുന്നതും ഈശ്വര പൂജയായി ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈശ്വര പൂജയായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസവും അങ്ങനെ ഒരു പേടിയും നമുക്ക് വേണ്ട. അങ്ങനെ സദാ ഈശ്വരാർപ്പണത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ആരെ? പരീക്ഷത്തിനെ. പക്ഷെ പരീക്ഷത്തിന് സമയം കുറവാണ് അല്ലേ? 7 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മഹാഭാഗവതജ്ഞാനം പരീക്ഷത്ത് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഇന്ന കാര്യത്തെക്കുറിച്ച്, ഇന്ന കഥകളെക്കുറിച്ച്, ഇന്ന ഭാഗത്തെക്കുറിച്ച് എനിക്കറിയണം എന്ന് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി ആയിട്ടാണ് ആര്? ശ്രീശുകൻ ഇത് പറയുന്നത്. അപ്പം ജ്ഞാനികളായ ഋഷീശ്വരന്മാരോട് ഈ ദുഃഖത്തെ കടക്കാനുള്ള ഉപാധി ചോദിച്ചു. മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കാൻ. അങ്ങനെ കേവലം പിടിച്ചങ്ങോട്ട് വെക്കുന്നതിനൊക്കെ ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ മനസ്സ് എന്ന് പറയപ്പെടുന്നത് വളരെ വികൃതമായ അവസ്ഥ സ്വീകരിക്കുന്ന ഒന്നാണ്. സുഹൃതവും വികൃതവും ഉണ്ട് മനസ്സിന്. മനസ്സിലായില്ലേ? നിയന്ത്രണമില്ലാത്ത മനസ്സ് വികൃതമാണ്, നിയന്ത്രണമുള്ള മനസ്സ് സുഹൃതമാണ്. മനസ്സിലായോ? ഏറ്റവും നല്ല ഒരു നിയന്ത്രണമുണ്ട് എങ്കിൽ മനസ്സ് ഏറ്റവും നല്ല വിശ്വസ്തനാണ്. നിയന്ത്രണമില്ലെങ്കിൽ മനസ്സ് ഏറ്റവും വലിയ അപകടകാരി ആണ്. നമ്മളെ എല്ലാത്തിലും കൊണ്ട് വലയ്ക്കും മനസ്സ്. അങ്ങോട്ട് നോക്കരുത് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേ നോക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? മനസ്സുടനെ അങ്ങോട്ട് നോക്കും. ഇങ്ങനെയാണ് മനസ്സിനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു നിർവചനമുണ്ട്. പെട്ടെന്ന് അത് പറഞ്ഞാൽ നമുക്ക് അതൊന്ന് കടന്നു പോകാം. കാരണം ഒരുപാട് സമയം വിശകലനം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം വളരെ വലുതായിട്ട് വിശകലനം ചെയ്താലേ മനസ്സിനെ നമുക്കൊന്ന് പ്രതിപാദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോരോ ഭാഗങ്ങളിലൂടെ കുറേശ്ശെ നമുക്ക് വിശകലനം ചെയ്ത് വരാം. സ്വാമി വിവേകാനന്ദൻ പറയുന്നത് സദാവികൃതിയായ ഒരു കുട്ടിക്കുരങ്ങൻ. സാധാരണഗതിയിൽ കുട്ടിക്കുരങ്ങൻ എന്ന് പറയുന്നത് തന്നെ വികൃതിയുള്ളതാണ്. അപ്പോൾ സദാവികൃതി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിശേഷണം. നമ്മൾ ചില കുട്ടികളെ കുറിച്ച് പറഞ്ഞില്ലേ, മഹാകുരുത്തം കെട്ടവനാണ്. അല്ലെ, കുട്ടികൾക്ക് കുരുത്തക്കേടുണ്ട്, പക്ഷേ ഇത് അതിനേക്കാളൊക്കെ 10 മടങ്ങ് അല്ലേ ആ സ്വഭാവമാണ്. അപ്പോൾ സദാവികൃതിയായ ഒരു കുട്ടിക്കുരങ്ങൻ. അങ്ങനെയുള്ള കുട്ടിക്കുരങ്ങൻ അല്പം മദ്യം കഴിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു വികൃതിയും കാണിക്കാത്ത കോട്ടും ടൈയൊക്കെ കെട്ടിപ്പോകുന്ന ജെന്റിൽമാന്മാർ കഴിച്ചാൽ കാണുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ടല്ലേ? ആടിയും പാടിയും ഉല്ലസിച്ചും അത്തപ്പൂക്കളം ഇട്ടും തിരുവാതിര കളിച്ചുമൊക്കെ ചിലർ വീട്ടിലൊക്കെ തിരിച്ചു വരുന്നത്. പോകുന്നത് കറക്റ്റ് നല്ല ലൈൻ ബസ് പിടിച്ചു പോകുന്ന കണക്ക്, കറക്റ്റ് റെയിൽവേ പാളത്തിലുള്ള ട്രെയിൻ പോകുന്ന കണക്ക് രാവിലെ കയ്യൊക്കെ വീശി നല്ല മാർച്ച് ചെയ്ത് പോകും. വൈകുന്നേരത്ത് വരുമ്പോൾ തിരുവാതിര ഒപ്പനയൊക്കെ ആടി സൈഡിൽ നിൽക്കുന്ന ചെടിക്കും പോസ്റ്റിനും ഒക്കെ കൈ കൊടുത്ത് എല്ലാവരോടും കഥ പറഞ്ഞ് പ്രകൃതിയൊക്കെ അറിഞ്ഞ് അനുഭവിച്ചൊക്കെ തിരിച്ചു വരും. അപ്പം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു കുരങ്ങൻ, വികൃതിയായ ഒരു കുരങ്ങൻ ഈ മദ്യത്തിന് അടിമപ്പെട്ടുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു കുരങ്ങന്റെ ദേഹത്ത് ഒരു കുട്ടിച്ചാത്തനും കൂടെ കയറിയാലോ? പിന്നെ സങ്കല്പിക്കാൻ പറ്റുമോ? ഇതാണ് ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൻ്റെ സ്വഭാവം. മനസ്സിലായില്ലേ? ഇത്തരത്തിൽ കിടന്ന് കുരുങ്ങുന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒരു സ്വഭാവം. അതിൽ നിന്ന് ആദ്യം ഈ കുട്ടിച്ചാത്തനെ പുറത്താക്കണം, പിന്നീട് ഈ ലഹരികളെ പുറത്താക്കണം, മറ്റ് വിഷയങ്ങളോടുള്ള ലഹരികളെ. അത് കഴിഞ്ഞാലോ ഈ വികൃതിയൊക്കെ കുറച്ച് ഒരടക്കവും ഒതുക്കവും ഉള്ളവനാക്കി നിർത്തണം. അതുകൊണ്ട് മനോനിയന്ത്രണമാണ് ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യം. നമുക്ക് മുന്നിൽ ചിലപ്പോൾ 1000 പേരിരുന്നാൽ നമുക്ക് അവിടെ നിയന്ത്രിക്കാൻ എളുപ്പമാണ്. ഒന്ന് ഉറക്ക ശബ്ദം ഉണ്ടാക്കി അടങ്ങി നിൽക്കും എന്നൊക്കെ പറഞ്ഞാലോ നമ്മളൊന്ന് ഗൗരവത്തിലൊരു കമാൻഡിങ് പവറൊക്കെ കൊടുത്താൽ അവർ നിയന്ത്രിക്കാം. മനസ്സിലായില്ലേ? 1000 പേരെ നിയന്ത്രിക്കാൻ എളുപ്പമാണ്. 10,000 പേരെയും ചിലപ്പോൾ കഴിവുള്ള, നമ്മൾ കണ്ടില്ലേ വലിയ വലിയ നേതാക്കന്മാരൊക്കെ 10,000 പേരെ ഒരുമിച്ച് നിയന്ത്രിച്ച് നിർത്തുന്ന, അവരുടെ ശബ്ദം കൊണ്ട് മാത്രം നിയന്ത്രിക്കാറുണ്ട്. അതൊക്കെ സാധിക്കും. പക്ഷേ ഇത് ചെയ്യുന്ന ആളിന് പോലും അവനവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. അത്ര പ്രയാസമുള്ളതാണ് ഏത്? മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. അപ്പം മനസ്സിനെ നിയന്ത്രിച്ച് ഭഗവാനിൽ ഉറപ്പിക്കുക. അതിനാണ് 7 ദിനങ്ങളിലായിട്ട് അവിടെ ഭാഗവത ജ്ഞാനത്തെ കേൾക്കാൻ ആര് തയ്യാറാവുന്നു? അവിടെ ശ്രീശുകൻ തയ്യാറാവും. നമ്മളൊക്കെ അന്ത്യകാലം അടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഗവതം കേൾക്കാൻ ഇരിക്കുവോ? അപ്പോഴാണ് അപ്പച്ചിയെ ഒന്ന് കാണണം, മാമനെ ഒന്ന് കാണണം, ചിറ്റപ്പനെ ഒന്ന് കാണണം, കടം കൊടുത്തത് തിരിച്ചു മേടിക്കണം അല്ലേ?
ഇതുവരെ മേടിച്ച് അലിമാരി വെച്ച ഡ്രസ്സ് ഇതുവരെ ഉടുത്തില്ല, അത് നാളെ ഒന്ന് ഉടുക്കണം, നല്ല ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കണം. നമ്മൾ വീണ്ടും ഒരർത്ഥവുമില്ലാത്ത കാര്യത്തിന് പുറകിൽ ഓടും. പക്ഷെ ഇവിടെ പരീക്ഷിത്തോ അർത്ഥമുള്ളതിന് പുറകിൽ ഓടി, പരമമായ അർത്ഥം എന്നുള്ളതിന് പുറകിൽ ഓടി. അപ്പോൾ അതിന് പുറകിൽ വന്നു. അപ്പോൾ അതിന് ഉചിതമായ ഒരു ഗുരുനാഥനും വന്നു ചേർന്നു. ആരാണ്? ശ്രീശുകൻ വന്നു ചേർന്നു. അങ്ങനെ ഭാഗവത ജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുക്കാൻ തുടങ്ങി. 7 ദിനങ്ങൾ കൊണ്ട് അവിടെ അത് കഴിഞ്ഞപ്പോൾ അത് തീർന്നു. അത് കഴിഞ്ഞപ്പോൾ പരീക്ഷത്ത് 7 ദിവസം കഴിഞ്ഞപ്പോൾ തക്ഷകനെ പരീക്ഷത്ത് സ്വയം പ്രതീക്ഷിക്കുകയാണ്. എന്തേ തക്ഷക നീ വരുന്നില്ലേ എന്നാണ് പരീക്ഷത്ത് ചോദിക്കുന്നത്. കാരണം എന്താ? പരീക്ഷത്തിന് എന്തകന്നു? മരണഭയമകന്നു. മനസ്സിലായില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഭയം എന്താ? മരണഭയമാണ്. അതുകൊണ്ടാണ് അസുരന്മാരെല്ലാവരും തപസ് ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്ന വരം എന്താ? അസുരന്മാർ ആദ്യം ചോദിക്കുന്ന വരം മരണമുണ്ടാകരുത്. ചോദിക്കുന്നത് കൊടുക്കുന്നതല്ല, അവർ ചോദിക്കുന്നത് എന്താ? മരണമുണ്ടാകരുത്. അപ്പോഴാണ് വരത്തിന് കൊടുക്കാൻ വരുന്ന ദേവൻ പറയാം, അങ്ങനല്ല, ഉണ്ടായതെല്ലാം മരിക്കും, സൃഷ്ടിക്കപ്പെട്ടതെല്ലാം മരിക്കും. അന്നേരമാണ് സ്ത്രീയുടെ കൈകൊണ്ട് മരിക്കണം, മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കൈകൊണ്ടല്ലാതെ മരിക്കണം, അല്ലെങ്കിൽ ആയുധം കൊണ്ടല്ലാതെ കൊല്ലണം. മനസ്സിലായില്ലേ? അല്ലെന്നുണ്ടെങ്കിൽ അയോനിജനായിട്ടുള്ള ആളിനെ കൊല്ലണം, അല്ലെങ്കിൽ കുതിരത്തലയുള്ളവൻ വന്ന് കൊല്ലണം, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവൻ വന്ന് കൊല്ലണം. മനസ്സിലായോ? ഇങ്ങനെ പലതരത്തിൽ, അല്ലെങ്കിൽ ശിവപുത്രൻ കൊല്ലണം. ഇങ്ങനൊക്കെ പലതരത്തിലുള്ള ഉപാധികൾ തേടുന്നത് എപ്പോഴാണ്? ഈ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. അപ്പം മരണഭയത്തെ അകറ്റുന്ന ദിവ്യ ഔഷധമാണ് ഏത്? ഭാഗവതം. മനസ്സിലാവുന്നുണ്ടോ? ഒരർത്ഥത്തിൽ ഭാഗവതത്തെക്കുറിച്ച് പറയും, ഭാഗവതം മോക്ഷശാസ്ത്രമാണ്. അതിനെ സാധാരണഗതിയിലുള്ളൊരു വാക്കിൻ്റെ തലത്തിൽ പറഞ്ഞാൽ ഭാഗവതം മരണശാസ്ത്രമാണ്. ഭാഗവതം മരിക്കാനുള്ളവനുള്ള ശാസ്ത്രമാണ്. ധൈര്യമുണ്ടോ ഭാഗവതം കേൾക്കാൻ? ഭാഗവതം മരിക്കാനുള്ളവനുള്ള ശാസ്ത്രമാണ്. എന്താ മരിക്കാനുള്ളവനുള്ള ശാസ്ത്രം? വെച്ചാൽ എങ്ങനെ മരിക്കണം, നന്നായി ജീവിച്ചാലേ നന്നായി മരിക്കാൻ സാധിക്കൂ. മനസ്സിലാവുന്നുണ്ടോ? നന്നായി ജീവിക്കുവാൻ സന്തോഷത്തോടെ, മരിച്ചതിന് ശേഷം സന്തോഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സന്തോഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. അപ്പം ജീവിക്കുമ്പോൾ സ്വസ്ഥമായി ജീവിക്കണം. മനസ്സിലായില്ലേ? ജീവിക്കുമ്പോൾ ശാന്തിയോടെ സമാധാനത്തോടെ ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന ശാസ്ത്രമാണ് ഏത്? ഭാഗവതം. പരീക്ഷത്തിന് 7 ദിവസം മുമ്പുണ്ടായിരുന്ന 7 ദിവസം കഴിഞ്ഞപ്പോൾ അശാന്തിയില്ല, മനസ്സ് ശാന്തമായി. അതുകൊണ്ടാണ് മരണത്തെപ്പോലും ഭയക്കാതെ ഇരുന്നത്. അതുകൊണ്ട് ശരിയായ ജീവിതവും ശരിയായ മരണവും. ശരിയായ മരണം എന്ന് പറഞ്ഞാൽ എന്താ? ശരിയായ മരണം എന്ന് പറഞ്ഞാൽ കട്ടിൽ പിടിച്ചു കുലുക്കാതെ, തലയണ വലിച്ച് കീറാതെ, കിടന്ന് അലറാതെ ആണോ? എന്താ ശരിയായ മരണം? ശരിയായ മരണം എന്താ? എന്താ ശരിയായ മരണം? ഇത്രയും നാൾ ഭാഗവതം കേട്ടിട്ട് നമ്മൾ ശരിയായ മരണം പഠിച്ചില്ല. അതോ മരണത്തെ നമുക്ക് ഇപ്പോഴും പേടിയാണോ? പേടിച്ചാലും ഇല്ലെങ്കിൽ അതിൽ വരേണ്ട ഒരു ടൈമുണ്ട്. ആ ടൈമിൽ അത് കൃത്യമായി വന്നിട്ട് വരും. മനസ്സിലായില്ലേ? കൃത്യമായി സംഭവിക്കുക. അതിനെ തടയാൻ ലോകത്തൊരു ശക്തിക്ക് സാധ്യമല്ല. ഇതുവരെ കഴിഞ്ഞിട്ട് പോലും ഇനി കഴിയും എന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. എന്താ ശരിയായ മരണം? സുഖമരണോ? കഷ്ടപ്പെടാതെ മരിക്കുക. കഷ്ടപ്പെടാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കൈയൊക്കെ കാലുമൊക്കെ ചേർത്ത് വെച്ച് നേരെ കിടന്നു അല്ല. ഇവിടെ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു കീർത്തനത്തിൽ പറയും, ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, ഇനി ഒരു ജനിമരണങ്ങളില്ലാതെ എല്ലാ പ്രാരാബ്ദങ്ങളെയും അകറ്റി, മനസ്സിലായില്ലേ, പരിപൂർണമായും ഭഗവാനിൽ ചേരുന്നതാണ് ശരിയായ മരണം. ജനിമരണങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട. വെറുതെ നാക്കുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞാൽ ജനിമരണങ്ങൾ ഉണ്ടാവാതിരിക്കുമോ? അവർക്കാർക്ക് ഏറ്റവും കൂടുതൽ ജനിമരണം ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പറയുകയല്ല വേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയെത്തണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇരുന്നുകൊണ്ട് ഫുൾ എ പ്ലസ് ഫുൾ എ പ്ലസ് ഫുൾ എ പ്ലസ് എന്ന് മുഴുവൻ സമയം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ഇന്ന് വരെ ആ കുട്ടി പാസ്സാവുമോ? അവൻ എന്ത് ചെയ്യണം? അവൻ്റെ പാഠഭാഗം പഠിച്ച് മനസ്സിലാക്കി അല്ലേ അവൻ പരീക്ഷ. അതുപോലെ നമ്മൾ ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിലേക്ക് എത്തണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിനാണ് ഭാഗവതം. അപ്പം കൃത്യമായി നമ്മൾ മനസ്സിലുറപ്പിക്കുക. ഭാഗവതം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി ഒരു ജനിമരണങ്ങളില്ലാതെ ഭഗവാനിൽ ചെന്നു ചേരുവാനാണ് ഭാഗവതം. അതിനുവേണ്ടി 7 ദിവസം മാറ്റിവെക്കാൻ സമയമുണ്ടോ?
അതോ ഇനി അനവധി ജന്മങ്ങളിൽ ജനിച്ചിവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഈച്ചയായും പൂച്ചയായും പുഴുവായും പട്ടിയായും കുറുക്കനായും കോഴിയായും പക്ഷിയായും മൃഗവും ഒക്കെയായി നമുക്ക് ജീവിക്കണോ? നമ്മൾ തീരുമാനിക്കുക. ഇതൊക്കെ തീരുമാനിക്കാനും ചിന്തിക്കാനുമുള്ള ജന്മമാണ് മനുഷ്യജന്മം. മനുഷ്യജന്മത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത? മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? മൃഗങ്ങൾ ഡ്രസ്സ് ഇടത്തില്ല, മനുഷ്യൻ ഡ്രസ്സ് ഇടും. അങ്ങനെയാണോ? കേവല ബുദ്ധിയും വിവേക ബുദ്ധിയും. മൃഗങ്ങൾക്ക് കേവല ബുദ്ധി, ബുദ്ധിയില്ലെന്ന് പറയരുത്, ബുദ്ധിയുണ്ട്, കേവല ബുദ്ധിയാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചോളം വിശേഷ ബുദ്ധിയുണ്ട്, വിവേക ജ്ഞാനമുണ്ട്. അപ്പം ജ്ഞാനത്തിനേക്കാൾ ഒരു പടി കൂടി കടന്നാണ് വിവേക ജ്ഞാനം. എന്താണോ യഥാർത്ഥത്തിൽ ഉള്ളതെന്ന് തിരിച്ചറിയാൻ ഏറ്റവും പ്രാപ്തമായ വിവേക ബുദ്ധി ഉള്ളതാർക്കാ? മനുഷ്യനാണ്. ആ മനുഷ്യജന്മത്തിൽ ആ വിവേക ബുദ്ധിയെ ഉപയോഗിച്ച് വളരെ ശ്രേഷ്ഠമായ നിലയിലേക്ക് നമുക്കെത്താൻ സാധിക്കണം. അതിനാണ് മനുഷ്യജന്മം. ആ മനുഷ്യജന്മം അത്യന്തം ദുർലഭമാണ്. മനസ്സിലായില്ലേ? അത്യന്തം ദുർലഭമാണ്. ആ ദുർലഭമായി ജനിച്ച ഈ ജന്മത്തെ ശരിയായ നിലയിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ല എങ്കിൽ, മനസ്സിലായില്ലേ, വീണ്ടും നമ്മൾ വിധിയുടെ ചക്രത്തിൽ കിടന്ന് കറങ്ങേണ്ടി വരും എന്നുകൂടി ഉറപ്പിക്കുക. അപ്പോൾ ഭാഗവതം ഇനി ഒരു ജനിമരണങ്ങൾ ഉണ്ടാകാതിരിക്കാനാണെന്ന് പരീക്ഷത്തിൻ്റെ തത്വത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുക.